ഗേസ്, അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു ഇതുവരെ ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇടാതെ വെച്ചിരുന്ന ഒരു ഡ്രസ്സാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇയറിങ്സ് ഇതാണ്. ഈ ഡ്രസ്സിന് മാച്ചായിട്ട് ഇട്ടിരിക്കുന്ന ഇയറിങ്സ് ഇതാണ്. പിന്നെ പഴയതുപോലെ എൻ്റെ ഒരു നീല ഐലൈനർ വെച്ചിട്ടുള്ളൊരു പാമ്പിൻ്റെ പൊട്ട്. ഓക്കെ, അപ്പോൾ ഞാനിതൊന്ന് പുറത്ത് പോകാൻ പോവുകയാണ്. വാച്ച് ഇതൊക്കെയാണ് സെറ്റ്. ഓക്കെ, ഈ ക്യൂട്ടസ് ഇടണം. അപ്പോൾ എൻ്റെ ആ ഷോർട്ട് പാവാട ഇതാണ്. എനിക്ക് ഇഷ്ടമായോ? ഹലോ, ബ്ലാക്ക് ഷൂ ഇതാണ് എൻ്റെ. ഇത് ഞാൻ മേടിച്ച് വെച്ചിട്ട് ഇട്ടിട്ടില്ല. വളരെ ലാഭകരമായിട്ട് മേടിച്ച് ഡിസ്കൗണ്ടിൽ മേടിച്ച ഡ്രസ്സാണ്. ഇഷ്ടമായോ? അത് മിടി വന്നിട്ട് ഇവിടെ ഒരു ഇങ്ങനെ ഇലാസ്റ്റിക് മോഡലാണ്. അതായത് നമ്മളെ ബട്ടക്സ് ഒരു ഷേപ്പായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ഈ ഡ്രസ്സിങ് രീതി. അപ്പോൾ ഇത് നേരത്തെ ഇച്ചിരി വയറൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടാതെ കൊണ്ടുവച്ചിരുന്നു. ഇതാണ് എൻ്റെ ഷോർട്ട് മിഡി, സ്റ്റൈലിഷ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഇത്. പക്ഷേ ഇത് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എൻ്റെ ശരീരത്തിന് എനിക്ക് ഇണങ്ങി കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് പറ്റിയ ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ മാല ഇട്ടിട്ടില്ല. ഓർണമെൻറ്റ്സ് ഞാൻ വേറെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഉടുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കളർ പാവാട എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സ്ട്രെച്ചബിളായിട്ട് കിടക്കുന്നതാണ്. ഓക്കെ, സ്ട്രെച്ചബിളായിട്ട് കിടക്കുന്നതാണ്. ഇത് മോഡൽ ചെയ്താണ് വന്നിട്ട്. ഓക്കെ, എനിക്ക് പൊതുവെ മോഡേൺ ഡ്രസ്സ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഗേസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലുക്ക്. അപ്പോൾ മുഖത്ത് ഞാൻ വേറെ പോൺസിൻ്റെ ക്രീം മാത്രമേ തേച്ചിട്ടുള്ളൂ. മുടി ഇപ്പോൾ കുളിച്ചിട്ട് അത് ഉണങ്ങിയിട്ടില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, ബൈ ബൈ.